ഹലോ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചിട്ടും ഹാരപ്പൻ ലിപിയെക്കുറിച്ചൊക്കെ പറഞ്ഞുല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാരപ്പൻ ജനതയുടെ കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ. പൊതുവെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഹാരപ്പൻ ജനതയുടെ കരകൗശല നിർമ്മാണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഹാരപ്പൻ ജനത പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ചാൻഹുദാരോ എന്ന് പറയുന്ന അധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് അവർ കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. കന്മണികൾ, ചിപ്പികൾ, ലോഹങ്ങൾ, മുദ്രകൾ, തൂക്കക്കട്ടികൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ അവരവിടെ വെച്ചിട്ട് നിർമ്മിച്ചിരുന്നു. അതിൽ ഹാരപ്പൻ ജനതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രവർത്തനമായിരുന്നു കന്മണിമാലകളുടെ നിർമ്മാണം. കന്മണിമാലകളുടെ നിർമ്മാണമാണ് ഹാരപ്പൻ ജനതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരകൗശല നിർമ്മാണ പ്രവർത്തനം. അതിനു വേണ്ടിയിട്ട് അവർ പലതരം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഇന്ദ്രഗോപക്കല്ല്, സൂര്യകാന്തക്കല്ല്, വെണ്ണക്കല്ല് തുടങ്ങിയിട്ടുള്ള പലതരം കല്ലുകൾ, സ്വർണം, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ, ചിപ്പികൾ എന്നിവയെല്ലാം അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഈ ഒരു കരകൗശല നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ച വസ്തുക്കളാണ് ഇതൊക്കെ. പലതരം കല്ലുകൾ, ചിപ്പികൾ, ലോഹങ്ങൾ, ഇവ കൊണ്ടെല്ലാം അവർ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചില കന്മണിമാലകൾ 2 അതിലധികമോ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നിർമ്മിച്ചിരുന്നത്. പല രൂപത്തിലുള്ള കന്മണിമാലകൾ അവർ നിർമ്മിച്ചിരുന്നു. വൃത്താകൃതിയിൽ, ഗോളാകൃതിയിൽ തുടങ്ങിയൊക്കെ അവർ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില കന്മണിമാലകൾ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചില കന്മണിമാലകൾ കൊത്തുപണികൾ കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. അതോടൊപ്പം പല രൂപത്തിലൊക്കെയാണ് അവർ കന്മണിമാലകൾ നിർമ്മിച്ചിരുന്നത്. ഹാരപ്പൻ ജനതയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കരകൗശല നിർമ്മാണ പ്രവർത്തനമാണ് എന്ത്? കന്മണിമാലകളുടെ നിർമ്മാണം. ഇനി കരകൗശല നിർമ്മാണത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? ചാൻഹുദാരോ എന്ന് പറയുന്ന അധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് അവരതൊക്കെ നിർമ്മിച്ചിരുന്നത്. ഇനി ചിപ്പി കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് കടൽ തീരത്തിനടുത്തുള്ള നാഗേശ്വർ, ബലാകോത്ത്. ഈ പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് അവർ ചിപ്പികൾ കൊണ്ടുള്ള കരകൗശല നിർമ്മാണ വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയത്. പ്രധാനമായിട്ടും വളകൾ, തവികൾ എന്നിവയൊക്കെയാണ് ചിപ്പികൾ കൊണ്ട് അവർ നിർമ്മിച്ചിരുന്നത്. ഇനി ചാൻഹുദാരോ, ലോഥാൾ ഈ പ്രദേശങ്ങളിൽ നിന്നാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയിട്ടുള്ള വലിയ നഗരങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ചാൻഹുദാരോ, ലോഥാൾ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പണി പൂർത്തിയാക്കിയിട്ട് ഹാരപ്പ, മോഹൻജദാരോ എന്നീ വലിയ നഗരങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകും. ഹാരപ്പൻ ജനത പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന കേന്ദ്രമാണ് ഏത്? ചാൻഹുദാരോ എന്ന് പറയുന്ന അധിവാസ കേന്ദ്രം. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കരകൗശല നിർമ്മാണ പ്രവർത്തനമായിരുന്നു കന്മണിമാലകളുടെ നിർമ്മാണം. കന്മണിമാലകൾ പല രൂപത്തിലാണ് നിർമ്മിച്ചിരുന്നത്, പല ആകൃതിയിൽ നിർമ്മിച്ചിരുന്നു. ചില കന്മണിമാലകൾ കൊത്തുപണികൾ കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഇനി അതിന് ശേഷം പറഞ്ഞത് എന്താണ്? ചിപ്പികൾ കൊണ്ടുള്ള കരകൗശല നിർമ്മാണ വസ്തുക്കൾ എവിടെ വെച്ചാണ് നിർമ്മിച്ചത്? കടൽ തീരത്തിനടുത്തുള്ള നാഗേശ്വർ, ബലാകോത്ത് എന്നീ പ്രദേശങ്ങളിൽ വെച്ചാണ് അവർ ചിപ്പികൾ കൊണ്ടുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരുന്നത്. ചിപ്പികൾ കൊണ്ട് അവർ പ്രധാനമായിട്ടും നിർമ്മിച്ചിരുന്ന എന്തൊക്കെയാണ്? വളകളും തവികളും. ഇനി ചാൻഹുദാരോ, ലോഥാൾ ഇവിടെ നിന്നാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയിട്ടുള്ള വലിയ നഗരങ്ങളിലേക്ക് അവർ കൊണ്ടുപോയിരുന്നത്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹാരപ്പൻ ജനതയുടെ കരകൗശല നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട അധിവാസ കേന്ദ്രം ഏതാണ്? ചാൻഹുദാരോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതായിട്ട് ഈ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എങ്ങനെയാണ് അവർ ശേഖരിച്ചിരുന്നത്, ഏത് മാർഗങ്ങളിലൂടെയാണ് അത് കണ്ടെത്തിയത്, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ
പറയാൻ പോകുന്നത്. ഹാരപ്പൻ ജനത കരകൗശല വസ്തുക്കൾ എങ്ങനെയാണ് ശേഖരിച്ചിരുന്നത്? പ്രധാനമായിട്ടും 2 മാർഗങ്ങളിലൂടെയാണ് ഹാരപ്പൻ ജനത അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നത് അല്ലെങ്കിൽ കരസ്ഥമാക്കിയിരുന്നത്. ഒന്നാമത്തെ മാർഗമാണ് അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം. രണ്ടാമത്തത് പര്യടനങ്ങൾ അയക്കൽ. അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം, അതായത് അസംസ്കൃത വിഭവങ്ങൾ ലഭ്യമാവുന്ന പ്രദേശങ്ങളിൽ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, എന്നിട്ട് അസംസ്കൃത വിഭവങ്ങൾ ശേഖരിക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഗേശ്വർ, ബലാകോട്ട് ഈ പ്രദേശങ്ങൾ ചിപ്പികൾ ധാരാളം ലഭിച്ചിരുന്ന പ്രദേശമായിരുന്നു. അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. അങ്ങനെയാവുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ചിപ്പികൾ കൂടുതൽ അവർക്ക് ഉപയോഗിക്കാനും അതുകൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ ഇന്ദ്രനീലക്കല്ല്, ലോഹങ്ങൾ, അതുപോലെ സ്വർണം, ചെമ്പ് തുടങ്ങിയിട്ട് അങ്ങനെ എവിടെയാണോ അവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉള്ളത് അവിടെ അവർ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അസംസ്കൃത വിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തതാണ് പര്യടനങ്ങൾ അയക്കൽ. അതായത് അസംസ്കൃത വിഭവങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ പര്യടനങ്ങൾ അയക്കും. ഉദാഹരണമായിട്ട് രാജസ്ഥാനിലെ കേത്രിയിലേക്കും, അതായത് കേത്രിയിലേക്ക് ചെമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ദക്ഷിണേന്ത്യയിലേക്ക് സ്വർണത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ പര്യടനങ്ങൾ അയച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മാർഗങ്ങളിലൂടെയാണ് ഹാരപ്പൻ ജനത അസംസ്കൃത വിഭവങ്ങളൊക്കെ ശേഖരിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തത് അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, രണ്ടാമത്തത് പര്യടനങ്ങൾ അയക്കുക എന്നുള്ളത്. അതിൽ രാജസ്ഥാനിലെ കേത്രി ചെമ്പിന് വേണ്ടിയിട്ടുള്ളതും ദക്ഷിണേന്ത്യ സ്വർണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്ക് 1 വേർഡായിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരിക കേട്ടോ.